Hi everyone, welcome back to another video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കോൺസെപ്ച്വൽ നോളജ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം. പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത്. സോ എങ്ങനെ ഈ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കാം, എങ്ങനെ ഇത് എൻഹാൻസ് ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ നോളജ് ലെവലിനെ അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രമുള്ള കുറച്ച് ടെക്നിക്സ് അല്ലെങ്കിൽ ടിപ്സ് ആണ്. സോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടാവും, ഡിഫറൻ്റ് ആയിട്ടുള്ള വേസ് ഉണ്ടാവും. തീർച്ചയായിട്ടും അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റിയൽ വേൾഡുമായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ലൈഫുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമായിട്ട് കോൺസെപ്റ്റിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോരോ പ്രോബ്ലംസ് ആണെങ്കിലും തിയറീസ് ആണെങ്കിലും പഠിക്കുന്ന സമയത്ത് അതിൽ ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ റിയൽ വേൾഡിൽ റിയൽ എൻവയോൺമെൻറ്റിൽ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. സോ ആ കണക്ഷൻസ് വെച്ചിട്ട് ആ കോൺസെപ്റ്റിനെ കുറച്ചുകൂടെ ഓർത്തിരിക്കാനും മെമ്മറൈസ് ആക്കാനും അതുപോലെ തന്നെ അതിൻ്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഇപ്പോൾ നമ്മൾ റിസ്കിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് റിയൽ വേൾഡിൽ ഒരുപാട് റിസ്ക് ഉണ്ടല്ലോ. ആസ് എ പേഴ്സൺ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ റിസ്ക് ഉണ്ടല്ലോ, ആ റിസ്കുകളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എത്തിക്സിനെ പറ്റി പഠിക്കുമ്പോൾ എത്തിക്കൽ ഇഷ്യൂസ് നമ്മളുടെ മുന്നിൽ തന്നെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയ നോക്കിയാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള റിയൽ വേൾഡ് എക്സ്പീരിയൻസുമായിട്ടും സിറ്റുവേഷൻസുമായിട്ടും കോൺസെപ്റ്റിനെ കണക്ട് ചെയ്യാം. ഇനി പ്രോബ്ലംസിലേക്ക് വന്നാലും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കും. നിങ്ങളിപ്പോൾ കോസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ, ബജറ്റിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, ബജറ്റിങ്ങിനെ നമ്മുടെ സ്വന്തം വീട്ടിലെ ബജറ്റുമായിട്ട് കൺസിഡർ ചെയ്യുക, നിങ്ങളുടെ വീട്ടിൽ ഒരു മാസം ഉണ്ടാകുന്ന ചിലവായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളെയും നമ്മൾക്ക് ഏറ്റവും അധികം അറിയാവുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമായിട്ട് ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർ റിലേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും കോൺസെപ്ച്വൽ നോളജ് ഇൻക്രീസ് ആക്കാൻ സഹായിക്കും. രണ്ടാമത്തെ ഒരു കാര്യമാണ് നിങ്ങൾ സ്വയം ഒരു ടീച്ചർ ആവുക എന്നുള്ളത്. ടീച്ചർ ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയിട്ട് നാളെ ക്ലാസ് എടുക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്കൊരു 2 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ 2 ഫ്രണ്ട്സിന് നിങ്ങൾ പഠിച്ചൊരു കാര്യം പറഞ്ഞ് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ട് എന്നാണ് അർത്ഥം. സോ നിങ്ങളൊരു 4 പേര് കൂടുന്നൊരു ഗ്രൂപ്പാണെങ്കിൽ ഈ 4 പേരിലെ 3 പേർക്കും നിങ്ങൾ പഠിച്ചൊരു കാര്യം സംശയമില്ലാതെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായിട്ട് ഈസി ആയിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് അവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി കൈവരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. സോ മാക്സിമം നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ നോളജും സ്വയം നമ്മൾ അറിയാതെ തന്നെ അത് റീഇൻഫോഴ്സ് ചെയ്ത് വീണ്ടും അത് നമ്മുടെ തലച്ചോറിലുണ്ടാവും. കുറച്ചുകൂടി ഓർമ്മയോടുകൂടി, വ്യക്തതയോടുകൂടി, ക്ലാരിറ്റിയോടുകൂടി ഓർത്തിരിക്കാൻ സാധിക്കും. സോ ബി എ ടീച്ചർ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, ചില എക്സാമിൻ്റെയൊക്കെ തലേ ദിവസം കോളേജിലൊക്കെ ആണെങ്കിൽ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരുടെ കൂട്ടത്തിൽ പോയി നമ്മളിരിക്കും. അവർ പെട്ടെന്ന് പറഞ്ഞുതരും, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇത് ഇങ്ങനെയൊക്കെയാണ്, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ രീതിയിലൊക്കെ ആൻസർ ചെയ്താൽ മതി എന്ന് അവർ പെട്ടെന്ന് ഇൻപുട്ട് ഇട്ട് തരും. ആ ഇൻപുട്ട് അവർക്ക് തരാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ഹാവ് എ കോൺസെപ്ച്വൽ ക്ലാരിറ്റി. പഠിച്ച കാര്യത്തെപ്പറ്റി അവർക്കൊരു ധാരണയുണ്ട്. ഇപ്പോൾ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് മറ്റൊരാൾക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ നിങ്ങൾക്കതിനെപ്പറ്റി ധാരണയില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. So first one, relate with your real life, personal feelings, personal thoughts and personal experiences. Second thing is be a teacher, teach others. മൂന്നാമത്തെ ഒരു കാര്യം തീർച്ചയായിട്ടും പ്രാക്ടീസ് തന്നെയാണ്. റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളൊരു കാര്യം പഠിച്ചു, അത് പഠിച്ച സമയത്ത് ചിലപ്പോൾ നല്ല ഓർമ്മയുണ്ടായിരിക്കും, പക്ഷെ അത് പിന്നീട് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്നും പഠിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ തന്നെ ഒരു പീരിയോഡിക് ഇൻ്റർവൽ ടൈം സെറ്റ് ചെയ്യുക. അങ്ങനെ ഒരു റെഗുലർ പീരീഡിൽ വീണ്ടും പഠിച്ച കാര്യങ്ങളെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ റിവിഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മെമ്മറിനെ ബൂസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് കൂടുതൽ കോൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗ്രൂപ്പ് സ്റ്റഡി അല്ലെങ്കിൽ കമ്പൈൻ സ്റ്റഡി തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിനോട് ചേർത്ത് നിർത്താൻ പറ്റുന്നതാണ്. ഗ്രൂപ്പ് സ്റ്റഡി അല്ലെങ്കിൽ കമ്പൈൻ സ്റ്റഡി നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ള, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കോൺസെപ്റ്റ് നിങ്ങളുടെ കൂടിയിരിക്കുന്ന ഫ്രണ്ടിന് ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അല്ലെങ്കിൽ അവൻ പഠിക്കുന്ന ടെക്നിക്സോ ടിപ്സോ രീതികളോ ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾക്ക്. സോ അത്തരത്തിലുള്ള ഗ്രൂപ്പ് കമ്പൈൻ സ്റ്റഡീസ് തീർച്ചയായിട്ടും കോൺസെപ്ച്വൽ ക്ലാരിറ്റി കൂട്ടാനായിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും പഠിച്ച സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെയധികം കൺഫ്യൂഷനുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ വളരെ ഈസി ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവരോട് ചോദിക്കാൻ പറ്റും, എടാ നീ അതെങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ദേ വിൽ ഗീവ് ആൻ ഈസി വേ. അവർക്ക് ചിലപ്പോൾ അത് അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ എളുപ്പത്തിലുള്ളതായിരിക്കും, പക്ഷെ നമുക്കത് ഷെയർ ചെയ്ത് കിട്ടും എന്നുള്ളതാണ് കമ്പൈൻ സ്റ്റഡിയുടെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കമ്പൈൻ സ്റ്റഡി. നെക്സ്റ്റ് ഒരു രീതി എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക. വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ 2 രീതി ചെയ്യാം. നമുക്ക് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു പേപ്പറിനകത്ത് പിക്ചറായിട്ട്, ചാർട്ടായിട്ട്, ഗ്രാഫായിട്ട്, അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ടായിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പിക്ചറൈസ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. സോ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മെമ്മറി പവറിനെ ബൂസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് കൂടുതൽ കോൺസെപ്ച്വൽ ക്ലാരിറ്റി തരികയും ചെയ്യും, ഡൗട്ട്സ് കുറയ്ക്കുകയും ചെയ്യും.
സോ ആ വിഷ്വലൈസേഷൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്കൊരു ധാരണ വേണമല്ലോ. സോ നിങ്ങൾ പഠിച്ച അടിസ്ഥാനപരമായ വിവരങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്സ് ടെസ്റ്റും ഒക്കെ റെഫർ ചെയ്തുകൊണ്ട് തന്നെ ഒരു വിഷ്വലൈസേഷൻ ഉണ്ടാക്കുക. സോ പെട്ടെന്ന് ഒരു കോൺസെപ്റ്റ് ഓർക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കി കഴിഞ്ഞാൽ, ഒരു ആ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഒരു ഫുൾ പാരഗ്രാഫ് ഇരുന്ന് മൊത്തം വായിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമായിരിക്കും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഗ്രാഫോ അല്ലെങ്കിൽ ഒരു വിഷ്വൽ ടൂളോ കാണുമ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ദാറ്റ് ഈസ് അനദർ ട്രിക്ക്. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്വൽ നോളജ് കൂട്ടാനുള്ള ട്രിക്കുകൾ എന്ന് പറയുന്നത്. സോ പ്രോബ്ലംസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. അതിന് ഷോർട്ട് കട്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. വിത്ത് തറോ റെഗുലർ പ്രാക്ടീസ് ഓൺലി യു ക്യാൻ ഇംപ്രൂവ് യുവർ കോൺസെപ്റ്റ്വൽ നോളജ് ഇൻ പ്രോബ്ലം പേപ്പേഴ്സ്. അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടൊന്നൊരു കാര്യമില്ല. അതിന് കൃത്യമായിട്ട് കണക്ക് ചെയ്ത് തന്നെ നിങ്ങളുടെ ബ്രെയിനെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പണിയെടുത്തേ പറ്റൂ. ദർ ഇസ് നോ ഈസി വേ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഈസി ടെക്നിക്സോ ടിപ്സോ ട്രിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യപ്പെടട്ടെ, അവർക്കൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.